ചേട്ടാ കല്യാണം ഇപ്പൊ അടുത്ത മാസമായില്ലേ, ഇതുവരെ ഓരോ ഒരുക്കങ്ങളും നടന്നില്ലല്ലോ. എടോ ഞാൻ തന്നെ വേണ്ട എല്ലാ കാര്യത്തിനും. ആരെങ്കിലും ഒന്നുണ്ടോ? നിശ്ചയം കഴിഞ്ഞ അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ്. ഇനി മാസങ്ങളുണ്ട് എന്നല്ല നിങ്ങൾ പറയില്ല. ഇനിയിപ്പോൾ അടുത്ത മാസത്തായി, അടുത്തില്ല സമയം. അതിനെന്താ, പന്തലുകാരനെ ഏൽപ്പിച്ചു, ഭക്ഷണം ഉണ്ടാക്കേണ്ട ആളെ ഏൽപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതങ്ങോട്ട് ചെയ്ത സമയം വരുമ്പോൾ ചെയ്യും. ഒന്നും പേടിക്കാനില്ല. പിന്നെ പന്തലിന്റെ ലൈറ്റിന്റെ മഹേഷില്ലേ, ഇന്ന് വരും കേട്ടോ. വിജയേട്ടാ, ഇപ്പൊ മോക്ക് ഒരു 5 പവനും കൂടി എടുക്കണ്ടേ? 5 പവനും കൂടി? 10-15 പവൻ ഇവിടെ ഇല്ലേ? എന്നാലും ഇവിടെ മോളല്ലേ, വൃത്തിയിലേക്ക് പറഞ്ഞേക്കല്ലേ, നമുക്ക് ഒരു മോശമായി പോണ്ടെന്ന് വെച്ചിട്ടാ. ഒരു 5 പവനും കൂടെ ഇപ്പൊ എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര രൂപ വേണം? ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സാധിക്കും? ഓരോ ദിവസവും ഒന്നിന് വില കൂടി 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 വരിക. എന്തൊക്കെയാട്ടാ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി? കല്യാണം ഏകദേശം കത്തുകളൊക്കെ കൊടുത്തു, പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പന്തലും ലൈറ്റും ഏൽപ്പിച്ചു. അതിപ്പോൾ ഇന്ന് വരും. മഹേഷ് അറിയോ? മഹേഷ് ഇന്ന് വരും. മലാപ്പുറം. പിന്നെ കാറ്ററിംഗ് ഏൽപ്പിച്ചു, AP കാറ്ററിംഗ് ഏൽപ്പിച്ചു. ദിനേശന. നല്ല ഭക്ഷണം. അപ്പോൾ സ്വർണം ഒരു 5 പവനും കൂടി എടുക്കണമെന്ന് സിന്ധു പറയുന്നു. അതിനിവിടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഇല്ലേ ഇവിടെ? ഒരു 10-15 പവൻ ഇവിടെ ഉണ്ട്. അത് പോരാന്ന് അവള് പറയുന്നത്. ചേട്ടാ, ഇത് നല്ല ദിവസമായിട്ടോ സ്വർണ്ണം എടുക്കാൻ പോവാൻ. ഇന്ന് പവന് 5000 രൂപ കുറവുണ്ട്. അതെയോ? എന്നാലൊരു കാര്യം ചെയ്യാം ദിനേശ, ഞങ്ങളൊന്ന് ടൗണിൽ പോയി നോക്കട്ടെ. പിന്നെ അതിനിടയ്ക്ക് മഹേഷ് വരും കേട്ടോ. മഹേഷ് വരുമ്പോൾ ഈ ഒന്ന് ഇവിടെ ഉണ്ടാവണേ. തിരക്കില്ലല്ലോ? ഇല്ല ചേട്ടാ, ഞങ്ങൾ പോയി ഒന്നോടെ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. എന്നാ ദിനേശ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം കേട്ടോ. കാര്യങ്ങൾ ഈ നോക്കണേ. മഹേഷ് വിജയേട്ടാ. മഹേഷ, ഞങ്ങൾ ഇറങ്ങുക. ഞങ്ങൾക്കൊന്ന് ടൗൺ വരെ പോയിട്ട് വേഗം വരാം. ദിനേശ ഇവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ദിനേശനോട് പറഞ്ഞാൽ മതി, കാണിച്ചു തരും. പിന്നെ ഇന്ന് 5000 രൂപ സ്വർണത്തിന് കുറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് പോയി നോക്കാം. വിജയേട്ടാ, 5000 അല്ല, ഇന്ന് രാവിലെ 10000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ആണോ? ഇന്നെ വേഗം പോയിക്കോളി. പോയി നോക്കാം. അല്ല ദിനേശേട്ടാ, നമുക്ക് പന്തൽ എവിടേക്കായിട്ട് ഒന്ന് പറഞ്ഞാലേ. മകേഷ്, നമുക്ക് ആ ഗേറ്റ് കടന്നു വരുന്ന മുതൽ ഈ വീടിന്റെ ഈ മുറ്റം, ഈ പറമ്പ് കംപ്ലീറ്റ് പന്തല്, തുണിപ്പന്തൽ. പിന്നെ ഈ മാവിന് ലൈറ്റ് ഉണ്ട്, പച്ച ലൈറ്റ് കൊടുക്കുക. പിന്നെ അവിടെ ചെറിയ ചെറിയ മാല ലൈറ്റ് ഈ 2 സൈഡിലും തൂക്കണം. മാല മറ്റേ ഒന്നിച്ചില്ലേ, മഞ്ഞ ചെറിയ ചെറിയ മാല ഇട്ട് തൂക്കണം. ഒന്ന് പറഞ്ഞാലേ എനിക്കൊന്ന് എഴുതി എടുക്കായിരുന്നു. ചെയർ എത്ര വേണ്ടിയത്? ചെയർ ഇപ്പം സാധാരണ എത്ര വേണ്ടി വരും? ഇപ്പോൾ ഒരു 100 മതിയോ? ഒരു 150 ആയിക്കോട്ടെ. 150 ചെയർ. ഒരു 25 മേശ എടുത്തു. 25 മേശ. പിന്നെ ഇവിടെ മുറ്റം കാർപ്പറ്റ് വിരിക്കണം. ഫുള്ള് ചോന്ന ഒരു കാർപ്പറ്റ്. ബാക്കി എന്തൊക്കെയാ സൗകര്യം വെച്ചാല് മഹേഷിനെ ഏൽപ്പിച്ച് വേണ്ട മാതിരി ചെയ്തോ. വേണ്ടി പാത്രം കാര്യങ്ങളൊക്കെ സദ്യ ആണോ കൊടുക്കുന്നത്? അപ്പോൾ സദ്യ ഹോളിൽ വെച്ചിട്ടല്ലേ? ഇവിടെ തലേന്നത്തെ പാത്രം മതിയല്ലേ? തലേന്നുണ്ട്. അതെന്തൊക്കെയാ അന്നേരം വേണ്ട മഹേഷിനെ ഏൽപ്പിച്ച് ഒന്നും നോക്കണ്ട, എല്ലാ കാര്യങ്ങളും ഒന്നും നോക്കണ്ട. പിന്നെ വീടിന് കുറച്ചൊരു നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാം. പിന്നെ രാത്രി മറ്റേ കരോക്കെ കാണാൻ പാടില്ല, അതിനൊരു സ്റ്റേജ് വിജയേട്ടന പാട്ടിനൊക്കെ പോകുന്ന ആളാണ്. എന്തെങ്കിലുമൊക്കെ വേണോ? ശരിയാ. അതിനുള്ള സെറ്റപ്പ്, കരോക്കെക്കുള്ള സെറ്റപ്പ് ആക്കി കേട്ടോ. ആ ദിവസം എന്തായാലും വേണമെന്ന് പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ, നല്ലതാണ്. പിന്നെ ദിനേശേട്ടൻ പാടുന്നതാണല്ലോ. അത് ഞാനും അങ്ങനെ പാടാനൊന്നും പോയില്ല. എന്നാലും ഞങ്ങളെ 2-3 പരിപാടി കണ്ടിട്ടുണ്ട് അമ്പലത്തില്. ആ പരിപാടിക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പരിപാടി ഗംഭീരാക്കാം. ആയിക്കോട്ടെ. ഒന്നും ബേജാറാണ്ട. ഒക്കെ ഞാനേറ്റ്. ഓക്കെ.
ആ ചെറിയച്ഛൻ വരുന്നുണ്ട് കേട്ടോ. ടൗണ് വരെ പോവുകയായിരുന്നു. വിജയ മോളെത്തിയില്ല. മോള് ഇനി 2 ആഴ്ചയും കൂടെ കഴിയും. നമുക്ക് ലീവില്ല. അത് ശരി. അപ്പൊ കുറച്ച് മുമ്പ് വന്ന് പോയതാണല്ലോ. ഞാൻ മോളെന്ന് കാണാൻ വിചാരിച്ച് വന്നതാണ്. എനിക്കാണെങ്കിലോ ഭാര്യൻ്റെ അന്ത്യത്തിന് വീട്ടൊരു പോക്ക് പോകണം. അവിടെ ഒരു കല്യാണം ഉണ്ട്. അതെ, എന്നൊരു പോക്ക് പോകണം. അത് ശരി. ആ ചെറിയച്ഛൻ ചായ കുടിച്ചിട്ട് പോവാന്നാലേ. അല്ല മോളെ ചായ വേണ്ട. കാരണം ചായ ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ചെറിയ മോളില്ല, ചെറിയ എത്തിയില്ല. ചെറിയമ്മയില്ല. ചെറിയമ്മ ഞാൻ ഒറ്റക്ക് ഇതൊന്ന് കൊടുക്കാൻ വിചാരിച്ച് വന്നതാണ്. ഇല്ല, ഞാൻ കല്യാണം അടുപ്പിച്ച് വരാം. ചെറിയൊരു 1-2 പരിപാടി ഉണ്ട്. ഒന്ന് പോകും വേണം. ആയിക്കോട്ടെ. ഒന്നും കഴിക്കാതെ ഇല്ലല്ലോ വേണ്ട. അവിടെ വരാമല്ലോ. എന്നിട്ട് കഴിക്കാം. നോക്ക്. നോക്കി വിജയേട്ടാ. ഇത്ര ചെറുത്. ഇതിപ്പോ മോളെ കുട്ടീനെ മോളെ കുട്ടിക്ക് പാലുടിക്കും. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വർണത്തിന്റെ വില അങ്ങനെയല്ലേ. അല്ല നമ്മൾ പോവല്ലേ? എന്നാ ശരി. എന്നാ ഞങ്ങള് പോയി വരാം. ഇനി ഇരിക്കുന്നില്ല. ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. 2 പ്രാവശ്യം തിരിച്ച് മടങ്ങി ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഞങ്ങള് ഇങ്ങനെ ദിനേശന് എല്ലാ കാര്യങ്ങളും പറയും. എന്തൊക്കെ വേണം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ 2 ആളും കൂടെ ഒന്ന് തീരുമാനിക്കും. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ടൗണിൽ പോണേ ഞങ്ങൾ കുറച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്ന് 25,000 കൂടിയല്ലോ സ്വർണത്തിനോ? ന്യൂസ് കേട്ടില്ലേ? 15 പവൻ ഇവിടെ ഉണ്ടല്ലോ സിന്ധു. അത് മതി. ഇത് കൂടുതൽ വേണ്ട. സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുകയാണ്. വിവാഹപ്രായമെത്തിയ പെൺമക്കളുള്ള അച്ഛനമ്മമാരുടെ അവസ്ഥ ഇതാണ്.